നമസ്കാരം ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദ് ചേട്ടാ, ഷാജൻ ചേട്ടാ ആൻഡ് ബിജു കണ്ണൻ ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. താർക്കല്ലേ? പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മമ്മൂക്കയുടെ നാടായ ചെമ്പ്, അവിടുത്തെ ബ്രഹ്മമംഗലം കുടുംബശ്രീയിലെ ചേച്ചിമാരും സഹോദരിമാരും പിള്ളേരും എല്ലാവരും എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പോ അങ്ങനെ ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. കൊച്ചു വെറുതെ വീട്ടിലുണ്ട്, മനുക്കുംഭാരിയുണ്ട്, ശ്രീജുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചാബിലെത്തി. 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ പഞ്ചാബിൽ എത്തുന്നത്. ഈ പഞ്ചാബിൽ ഈ ദാബയുടെ പ്രത്യേകത അറിയോ? ഇല്ല. ഇവിടുത്തെ പഞ്ചാബിക്ക് മലയാളം പറയാം. അത് ആശാൻ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണം വിചാരിക്കും നമ്മള് മൊത്തം ഹിന്ദിയിലാണ് കളിക്കാൻ പോണത്. മലയാളത്തിൽ കളിച്ചിട്ട് കേരള പിന്നെ ഹിന്ദി. അഥവാ ഇനി ആരെങ്കിലും ഇടയ്ക്ക് ഹിന്ദിയും കൊണ്ടുവന്ന എന്ത് ചെയ്യും? അവരവിടെ നിന്ന് പറഞ്ഞു വെക്കോളും, നീ മിണ്ടണ്ട. അതല്ലെന്ന്, ഹിന്ദി പറഞ്ഞ ആരെങ്കിലും വന്നാൽ നമ്മൾ എന്തെടുത്തു പറയുമെന്ന്. അതായത് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ ജാത്താഹേന്ന് ചേർത്താൽ മതി. നിനക്കിപ്പോ ഒരു ചായ വേണമെങ്കിൽ ഒരു ചായ ജാത്താഹേ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ജാത്താഹേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം ജാത്താഹേ, അത്രയുള്ള കേസുള്ളൂ. പക്ഷേ ക്ലച്ച് പിടിക്കണില്ലടാ. അത് വണ്ടി വല്ലപ്പോഴും വർക്ക്ഷോപ്പിൽ കയറ്റണം, എങ്കിലേ ക്ലച്ച് പിടിക്കൂ. അതല്ലെന്ന്, 25 വർഷമായി വളയം പിടിക്കാൻ തുടങ്ങി. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ക്ലച്ച് പിടിച്ചല്ലാതെ. അങ്ങനെയല്ലെന്ന്, ഈ വണ്ടിപ്പണി എന്ന് പറഞ്ഞ തെണ്ടിപ്പണിയാണ്, അതറിയാമോ? അങ്ങനെ ഒരിക്കലും പറയരുത്. വണ്ടിപ്പണി തെണ്ടിപ്പണി അല്ല. എടാ, നമ്മൾ വണ്ടിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാച്ചിട്ടും. കാര്യം നമ്മൾ ബോംബെ, ഗുജറാത്ത് ഒക്കെ പോടുതാ. അവിടെ നമ്മളിൽ കാശിട്ടിക്ക് അനാവശ്യമായ ഒരുപാട് ചെലവുകളും കാണും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ കാശൊക്കെ കൂട്ടി വെച്ചൊരു 10 സെന്റ് സ്ഥലം മേടിക്കാം, അടിപൊളി വീട് പണിയാം, അടിപൊളിയായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കാം. നീ അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ എന്നെ പോലെ എന്നും ലോറിയിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഈ ലോറി ആശാനെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ് കേട്ടാ. കാര്യം 79 മോഡൽ വണ്ടി ആണെങ്കിലും എന്റെ ചങ്കാടവൻ എന്നെ ഇന്നേ വരെ എന്റെ വണ്ടി ചായച്ചിട്ടില്ലടാ. ഒരു കാര്യത്തിൽ ഞാൻ ആശാനെ സമ്മതിച്ചെന്നേ, ഇത്രയും വലിയ വണ്ടി ഓടിച്ച് ആശാൻ പോകുമ്പോഴേ ആശാ ഈ ഫ്രണ്ട് എങ്ങനെ കാണുന്നത്? ഞാൻ എന്തിനാ ഫ്രണ്ട് കാണുന്നത്? ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കറിയാനുള്ള വന്നത് വണ്ടിയാന്ന്. അവര് മാറിക്കോളും. അങ്ങനെ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ എവിടെയെങ്കിലും ഇറങ്ങി കഴിക്കാന്ന് പറഞ്ഞപ്പം ആശാനാണ് പറഞ്ഞത് അവിടെ ഇറങ്ങി കഴിക്കണ്ട, ഇത്തിരി ഉള്ളിലോട്ട് പോയാൽ നല്ലൊരു കടയുണ്ടെന്ന്. ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ലേ ആശാനെ? എടാ, ഇതങ്ങനെ ആപ്പ് ഉപ്പ കടയല്ല. എന്റെ അബി ദോസ്ത്, എന്റെ ചങ്ക്, എന്റെ ഗബ്ബാർ സിംഗിന്റെ താപയാണത്. പിന്നെ ഗബ്ബാർ സിംഗ് ഞാൻ നമ്മളുള്ള ആൽബം എന്തെന്ന് നിനക്കറിയാമോ? അവന്റെ പാവ് ബജി നീ കണ്ടിട്ടുണ്ടാ? അവന്റെ ബാപ്പുജി ഞാനെന്തിനാ കാണുന്നത്? ബാപ്പുജിനെ അല്ലെന്ന്, അവന്റെ പാവ് ബജി നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആശാൻ കഴിച്ചിട്ടുണ്ടോ? അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കണത്. അങ്ങനെ ഒന്നാണ്. ഇവിടെ ആരും കാണാനും ഇല്ലല്ലോ ഇതുവരെ. ഇവിടെ വന്നിട്ട് കുറെ നേരം. അതെ ബോയ്, ഹലോ, മേഹു ആ ഗയാ. വരടാ. അയ്യെന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ തുണി നിർത്തേണ്ട. സോഹൻ സിംഗ്, സോഹൻ സിംഗ്. അരെ ബായ്. ബായ് നെയ്യേ. പിന്നെ ഞങ്ങൾ പഞ്ചാബികൾക്ക് ഞങ്ങളെ സിംഗ് ചേർത്ത് വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. യു കോൾ മീ സോഹൻ സിംഗ്. ഞാനേ നിന്നെ ബായി അങ്ങോട്ട് വിളിക്കും. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ വിളി കേട്ടാ മതി. പിന്നെ ഈ ചെറുക്കന് ഒരു പാലും വെള്ളം ചാത്താഹേ, എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ ചാത്താഹേ. ഒരു കാര്യം ഞാൻ പറയുവാണ്, നാം മാത്രമേ ഇവിടെ ജോലിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരുമിച്ച് പറയണം, അല്ലാതെ രണ്ടാമതായിട്ട് പറയാൻ നിൽക്കരുത്. ആശാനെ, ആശാന്റെ കൂട്ടുകാരന്റെ കടയിൽ എന്നിട്ട് പുള്ളി നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു. ആശാന്റെ കൂട്ടുകാരനല്ലേ അത്? എന്റെ കൂട്ടുകാരനല്ലാതെ പിന്നെ ഇവന് വേറെ ആരാണ്ട് ജോലിക്ക് വെച്ചേക്കണവൻ. അവൻ എന്താണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? ജോലിക്കാരനാണോ? എന്നിട്ടാണോ ഇത് പറഞ്ഞത്? എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ചാത്താഹേ. ചൂടുവെള്ളം ചാത്താഹേ. കൊണ്ടുവരട്ടെ. പിന്നെ ചൂടുവെള്ളം ചൂടാണ്. ആശാൻ ഒരു ചായ ചാത്താഹേ. ചായ ചാത്താഹേ. വേഗം ചാത്തായിക്കടാ. ചായ. ആശാൻ ഒരു പാവ് ബജി ചാത്താഹേ. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് എന്നോട് ഒരു സമയത്ത് പറയണം. ഹലോ, അല്ലാതെ നിങ്ങൾ തോന്നുമ്പോ പറയുകയാണെങ്കിൽ അത് എടുത്തു തരാ എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അത് പറ്റില്ല. കാശല്ലേ തരുന്നത്? ഞാനും എന്റെ ആശാനോട് ഇവിടെ കസ്റ്റമറാണ് ഞങ്ങൾ. കാശ് എന്ന് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ തരില്ല.
ഞാൻ കൊടുത്താലോ എന്നാടാ എന്നാ എന്താ പ്രശ്നം? എന്നാ കാണിക്കുന്നത്? ഇതെന്തോന്ന് കോലം ഇത്? ഇതെന്തോന്ന് കോലം? എന്ത്? അയ്യേ വയലന്റ് ആവുമ്പോ ഒരു മര്യാദക്ക് വയലന്റ് ആവും. ഇനി പോയി വയലന്റ് ആവും പോ. ചായ തരാം. ചായ തരാൻ പറ്റില്ല. ചായ തരാൻ പറ്റില്ല. എന്ത് നിന്നെ പറ്റില്ല? ഞാൻ കാണണല്ലോ എനിക്ക്. നീ ചായ തന്നിട്ടാ ഞാൻ ഇവിടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം എൻ്റെ അടുക്ക ഒരു സമയം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തു തന്നാണ്. എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അത് വാങ്ങിക്കണം. നിന്റെ അത് വാങ്ങിച്ചെടുക്കൂടാ. എന്റെ ആശാൻ കാശാണ് തരുന്നെങ്കിൽ ഞങ്ങൾ എഴുതി വാങ്ങിക്കും. രണ്ടാമത് വേറൊരു കാര്യം, ഈ കടയ്ക്ക് ഒരു ഉത്തരവാദിത്തം വേണം. ഇവിടെ ഒരു മുതലാളി ഉണ്ടല്ലോ, അവനെ വിളിച്ച് പറ. ഞാൻ പറയും, അവനോട് പറയും നിന്റെ പണി ഇവിടുന്ന് കളയിക്കും. അതെങ്ങനെ ഉത്തരവാദിത്തം വേണ്ടേ? ഹോട്ടലെന്ന് എഴുതി വെച്ചേക്കുന്ന ബോർഡ് പോലും മറിച്ചിട്ടില്ല. അവന്റെ ബോർഡ് ഇതൊക്കെ എടുത്ത് കളയാം. അവനെ ബോർഡും വെച്ച് അവനെ മാസ്റ്റർ സോഹൻ സിംഗ്, ദ പവർ ഓഫ് പഞ്ചാബ്. അവന് ആശ അടിക്കണ്ട. ആരെന്ത് ആശ ഇല്ലാതായി പോ. ആശ ഇല്ലാതെ കാര്യം പറയടാ. ആശാനെ എന്ത് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. ഞാൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയും. ചുമ്മാ എനിക്കിത് ചൊറിയണം. വായിക്കാറിഞ്ഞൂടെന്ന് എനിക്കറിയാം. എന്നാലും പടമെങ്കിലും നോക്ക്. നമ്മള് വന്ന് പെട്ട സ്ഥലം മാറി. ഞാൻ എന്തെങ്കിലും നമ്പറൊക്കെ അടിക്കും. നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണം. ഒരു മരക്കസേര ചുമ്മാ വലിച്ചൊടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് മുട കാണിക്കുക. ഞാൻ ആരാന്ന് നിനക്കറിയാവോ? എടാ നീ വന്ന് കേരളത്തിൽ വന്ന് അന്വേഷിക്കണം ഞാൻ ആരാന്ന്. അല്ലെങ്കിൽ ചോദിച്ചു നോക്കടാ. എവിടെ? എടാ എന്റെ കൊച്ചിനോട് ചോദിക്കാൻ. ഏത് കൊച്ചി? എടാ ഈ നിക്കണ അവനാ. അടിയാടാ നിന്റെ ബോധം പോയാ? ബോധമൊന്നും പോയില്ല, ചത്തോല കിടക്കുന്നു. എന്നെ എങ്ങനെ അവ എടുത്തിട്ട് അലക്കി ഇവിടെ വിഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പിന്നെ ആരുമില്ല. അങ്ങനെയല്ല, കൂട് കയറി എങ്ങോട്ടാണോ പോവാ. ലോറി സ്വന്തമായിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റൂല. എന്ന് വാങ്ങി നീ എന്തൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞത്? എന്ത്? നീ എന്തൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞത്? എന്ത് പറഞ്ഞു? എന്റെ ആശാനെ തൊടുന്നോടാ. നാടുണ്ടിങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും പരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ഹോരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. അതെ, നമ്മൾ ഇങ്ങനെ കളിച്ച സ്ലോ മോഷൻ കളിച്ചു കഴിഞ്ഞാൽ എഡിറ്റർമാർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇത് നേരത്തെ പറയണ്ടേ? എന്നെ ഹെലികോപ്റ്റർ കളിക്കണേ. അയ്യോ എടാ നീ എന്താ പറഞ്ഞ? നിന്റെ കൂട്ടുകാരന്റെ കടയോ? ഏത് കൂട്ടുകാരൻ? ഗബ്ബാർ സിംഗ്. ഗബ്ബാർ സിംഗ്. ഗബ്ബാർ സിംഗും ഞാനും തമ്മിൽ ഗുസ്തി നടത്തി. ഇപ്പൊ ഈ കട എന്റത്. ഇനി നീ ഞാനും തമ്മിൽ ഗുസ്തി നടത്തുന്നു. നീ എന്നെ തോപ്പിച്ച ഈ കട നിന്റത്, അല്ലെങ്കിൽ നിന്റെ ലോറി എന്റത്. അയ്യോ എടാ നീ ചെവിയിൽ നുള്ളിക്കോ. പറഞ്ഞു വരാടാ, ഞാൻ വരാടാ. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു. എന്റെ പട്ടി പോവും. നീ പോടാ. അയ്യോ 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 അമ്മ. പഞ്ചാബ്
നിന്റെ അടുത്തല്ല, ആശാന്റെ അടുത്ത് എനിക്ക് പറയണം. ആശാനെ, ആ ലോറിയിലെ താക്കോൽ ആശാന്റെ പോക്കറ്റില. ഏ ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ലോറിയിലെ താക്കോല് ആ ആശാന്റെ പോക്കറ്റില. താ എന്നാ ഇനി എന്താന്ന് വെച്ചാ അയക്കോ. കാര്യല്ലേ, അനുഭവിച്ചോ. നല്ല ഗംഭീര സ്കിറ്റ്, ഒരു ഉഗ്ര കൈയടി. ചേട്ടാ ശ്രീജു, എന്തോ കൊച്ചുപ്രതിഭേ, ഓ കുമ്പാരി, കലക്ക സ്കിറ്റായിരുന്നു. കലക്ക സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തെരഞ്ഞെടുത്ത ആ ഒരു ഏരിയയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ആ കൊണ്ടുവന്ന ആ കണ്ടുപിടുത്തിന് തന്നെ ഒരു ഉഗ്രം കൈഡ് തന്നെയാണ്. കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമുകൾക്ക് ഇങ്ങനെ വേണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗംഭീര പൊട്ടിച്ചിരുകളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഒരു പുതിയൊരു ഏരിയ കാണുമ്പോൾ നമ്മൾ സ്കിറ്റിൽ നമ്മളൊരു പറയാത്ത ഒരു ഏരിയ കാണുമ്പം തന്നെ നമുക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതിന്ന് ഫീൽ ചെയ്തു. പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഇത് എങ്ങോട്ടാണ് ഇവർ പോകുന്നത്, ഒരു സ്ഥിരം പരിപാടിയാണോ എന്നൊക്കെ തോന്നിടത്താണ് നമ്മുടെ കുമ്പാരിയുടെ ഒരു എൻട്രിയും അത് കഴിഞ്ഞിട്ടുള്ള പ്രദീപും ശ്രീജും കൂടെ നിങ്ങളുടെ ആ കോമ്പിനേഷൻ പൊളിയായിരുന്നുള്ളതാണ്. ഒരു സിനിമാറ്റിക് പെർഫോമൻസ് ആണ്. കാരണം പ്രദീപൊക്കെ എന്തോരം ടൈം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് ഭയങ്കര രസമാണ് പ്രദീപ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ പോയി എന്താടാ ദേഷ്യം കയറിയിട്ടൊക്കെ അങ്ങോട്ട് പോയി നോക്കി നിന്നിട്ട് പയ്യൊരു വരവൊക്കെ കലക്കരായിരുന്നു. മനു പ്രദീപനടുത്ത് പൊക്കിയപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ 3 പേരും. അയ്യോ അടിപൊളി. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നല്ല നല്ല തമാശ ഉണ്ട്. കൂടുതൽ ആക്ഷൻ കോമഡി ആയിരുന്നു. ശ്രീജുവിൻ്റെ ആ ലാസ്റ്റ് ക്ലൈമാക്സ് ഇനി എന്താന്ന് വെച്ചാൽ പറച്ചിന് ശ്രീ അവിടെ പോയി കിടന്നുള്ള സാധനമൊക്കെ ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലും ഗംഭീര പൊട്ടിച്ചിരുകളായിട്ട് പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ പാടിച്ചു പൊളിച്ചട്ടാ, കീടിലെ സ്കിറ്റായിരുന്നു. ഇതുപോലെ തന്നെ ആക്ഷൻ കോമഡിക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നട്ടാ. ഒരുപാട് രസങ്ങളുള്ള തമാശകൾ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഫ്ലെക്സ് അങ്ങോട്ട് പൊക്കിയിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു പൊളിയായിരുന്നു. ആശാൻ അത് കഴിഞ്ഞിട്ട് ഈ കാണാതെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അരിയത്ത് ചെന്നിട്ട് കാല് വടക്കി ഈ സിങ്ങിനെ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതറിഞ്ഞിട്ടില്ല പുള്ളി ഈ ആള് മാസ്റ്ററാണെന്ന്. എന്നിട്ട് മോനെ എന്ന് വിളിച്ച് ചെല്ലുമ്പോഴാണ് ഈ സംഭവം കമന്ന് കിടക്കണതും ഈ സാധനമൊക്കെ അറിയണത്. അവിടെ കിടന്നൊരു വീഴ്ചന്നൊരു വരവുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വേറൊരു മത്സ്യകന്യൊക്കെ വരൂലേ, അതുപോലെ ഒരു പൊന്തിച്ച കിടിലായിരുന്നു. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടാ. അതിന്റെ ക്ലൈമാക്സും നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് കുമ്പാരിയുടെ നല്ല കിടിലിന് എൻട്രി ആയിരുന്നു കേട്ടോ. നല്ല ലുക്കും കറക്റ്റായിട്ട് പഞ്ചാബികളിൽ പറയുന്ന പോലെ അത് ഹിന്ദി പറയുകയും ചെയ്ത് അതിനേക്കാൾ മനോഹരമായിട്ട് ഹിന്ദി പറയുന്ന ആളുകൾ എങ്ങനെ മലയാളം പറയും അതും രസമായിട്ട് പറഞ്ഞു. അപ്പൊ 3 പേരെ അടിച്ചു പൊളിച്ചിട്ടാ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ, ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻ ഇട്ട് ചിരിപ്പിക്കുന്ന ഒരു സ്കിറ്റ് ഈ ഫ്ലോറിൽ ഇത്രയും നല്ലൊരു സ്കിറ്റ് ഉണ്ടായിട്ടില്ല അത്രയ്ക്ക്. കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിനകത്ത് നിങ്ങളൊരു സംഭവം വന്ന് പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം തുടങ്ങി. അതിനുശേഷം അവിടെ കിടക്കുന്ന ആ നമ്മുടെ ഫ്ലെക്സ് ബോർഡ് എടുത്ത് തിരിച്ച് വെച്ചപ്പോൾ തൊട്ട് ഈ ഒരു സാധനം ലൈഫ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറേ റിയാക്ഷൻസ് ഉണ്ട്. കാര്യം ഞാൻ ചിരിച്ചു പോയി ചായ തട്ടിയിട്ട് പുള്ളി ഇവിടെയൊക്കെ ഇട്ടിട്ടേ ഭയങ്കര എന്തൊക്കെയോ ഒരു അപ്പോൾ ശ്രീ മാന്യമായിട്ട് ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. പ്രദീപിൻ്റെ റിയാക്ഷൻസ് ഉഗ്രനാണ്. പ്രദീപ് ഒരു രക്ഷയില്ലാത്ത ഒരു പരിപാടി. പിന്നെ ശ്രീജു, നിങ്ങളുടെ കൗണ്ടറുകൾ, നിങ്ങളവിടെ കിടന്നുകൊണ്ടുള്ള കൗണ്ടറുകളും കാര്യം അതിനൊക്കെ നമ്മൾ അറിയാതിരിക്കുക. അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു ഒറ്റയ്ക്ക് പഠിച്ചു ചെന്ന് കയറിയതല്ലേ, അത് ഈ ബെഡിൽ കിടക്കുന്നു. പിന്നെ ഇവിടുത്തെ പ്ലേ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതിലുപരി ഞാൻ മനുവിനെ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ എടുത്ത് പൊക്കും. നമുക്ക് ചിലപ്പോൾ ആവേശം കൊണ്ട് ചിലപ്പോൾ ഒന്നാതെ പ്രദീപിനെ പിടിച്ച് പൊക്കി കഴിയുമ്പോൾ ഞങ്ങൾ 3 പേരും ഞെട്ടിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങളത് എങ്ങനെ കെയർ ചെയ്തു അതിനൊരു കൈയ്യടി. കാര്യം അതായത് നമുക്ക് വേണേൽ ചിലപ്പോൾ ആവേശം വരുമ്പം എന്തും ചെയ്യാം. ചിലപ്പോൾ വേണേൽ ആ നിർത്തുന്ന സ്പീഡൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രദീപിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പ്രദീപ് ഈ ചലഞ്ച് ആയിട്ടെടുത്ത് ഈ എന്താ പറയുക എന്തും ചെയ്യാൻ തയ്യാറായി. പ്രദീപ് പറഞ്ഞല്ലോ എന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണമെന്ന്. അല്ല പ്രദീപ്, അത് നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ നമിച്ചു കേട്ടോ. ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് തരികയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഫ്രീ ആയിട്ട്, കാര്യം നിങ്ങൾക്ക് ടെൻഷനില്ല എന്നെ അടുത്ത് പൊക്കുന്നതിന് ഒന്നും ഒരു പ്രശ്നം, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ നിങ്ങളെ ബാധിച്ചില്ല, സ്കിന്നത് ബാധിച്ചില്ല. എൻ്റെ ഒരു 4 സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ അവിടെ ഇരിപ്പുണ്ട്. അയ്യോ അത് അവരങ്ങ് പിടിച്ചു, പ്രദീപിനെ അങ്ങ് പിടിച്ചു, പ്രതിനെ പിടിച്ചു. കുമ്പാരി ഒന്നുകൂടെ അഞ്ചിരുന്ന അവിടെ അടി കിട്ടിയാണ്. അവിടെ അവര് അത്രയ്ക്ക് ത്രില്ല് നിൽക്കുകയായിരുന്നു. ബിഗ് സല്യൂട്ട്. അതെ, നിറഞ്ഞാടി 3 പേരും നിറഞ്ഞാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ കയ്യോടാ മാക്സിമം വാങ്ങിയ ഷാജു ചേട്ടാ, ഞാൻ ഇവർക്കൊരു 20,000 രൂപ കൊടുക്കും. 20,000 രൂപ. പ്രചോദേട്ടാ, ഞാൻ കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 25 മാർക്ക് കൊടുക്കും. ഓ
അപ്പൊ 20ഉം 25ഉം 45,000 രൂപ. സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടി പൈസ കൊടുക്കണം. എന്താണെന്നറിയാമോ? ലോറി പോയതല്ല, എനിക്ക് സിംഗിന്റെ ആ ചെയർ ഇടിച്ച് പൊളിക്കല് ഗംഭീരമായിരുന്നു. സിനിമയെ പോലും വെല്ലുവിളിക്കുന്ന സംഭവത്തിൽ നശിഞ്ഞ് പൊളിഞ്ഞു പോയ സാധനം. അതിനൊക്കെ കൂടി കൂട്ടി ഞാൻ കത്തിച്ചു വിടുകയാണ്. ടോട്ടൽ എമൗണ്ട് ഉഷാർ. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയി, ഈ പ്രാവശ്യം ഉഗ്രനായിട്ട് വരുമെന്ന് പറഞ്ഞു. വന്നു, ഇനി ഉഗ്രനായിട്ട് വാ. തീർച്ചയായിട്ടും. ഇത് വേട്ടാ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കാറിന്റെ അടിയിൽ കൂടെ പോകുന്നു. ഇതിലേ ആ ക്ലൈമാക്സിന് ആ പഞ്ച് ക്ലൈമാക്സ് ഇല്ലേ പറഞ്ഞു തന്നത് രാജ് പാണവള്ളി, രാജ് നമ്മുടെ 10 തലയുള്ള രാജ് സുദർശൻ ചേട്ടൻ, സുദർശൻ മുഖത്തില ചേട്ടാ. താങ്ക്സ്. കഴിഞ്ഞ ദിവസം ഒരു സ്കിറ്റ് ചെയ്തായിരുന്നല്ലോ, നമ്മൾ ചെറുതായിട്ട് ഡൗൺ ആയിപ്പോയി. അപ്പൊ ആരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നോ? അല്ല, അവരെ കാണിച്ചു അവരെ കാണിച്ചു പോലും കാണിച്ചെങ്കിൽ അവർ ഇന്നോട്ട് കേറ്റ പോലും ഇല്ലേ, അതുകൊണ്ട് അവരെ കാണിച്ചില്ല. നിങ്ങളുടെ പിള്ളേർന്നെങ്കിൽ ഞങ്ങൾ ഈ ഫ്ലോർ പോലും കാണില്ലായിരുന്നു. ഒരു നല്ല കൈ കേട്ടോ. ഇത് നമ്മുടെ ഗ്രൂമേഴ്സിനും ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റമേറയിലെ ടീം പത്തനംതിട്ടയാണ് വരാൻ പോകുന്നത്. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി, സുജിത്ത്. ലെറ്റ്സ് വെൽക്കം. ഹലോ ഹലോ, എന്തോടി? എടി എപ്പോഴെത്തിയടി നിങ്ങളെ? ഞാൻ കൂടെ എത്തിയതേ ഉള്ളൂ. ഇന്ന് കേറാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ തറയിൽ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ കടുമണി പോലെയല്ലേ ഉള്ളൂ. ആഹാ, ഓ വലിയ സാധനം ഇത്. എടി ഇല്ല, അച്ചായൻ എന്തേടി? അയ്യോ, പുള്ളിക്കാരൻ ആദ്യമായിട്ട് ആയോണ്ട് പേടിച്ചിരിക്കുക. ആഹാ, അപ്പൊ നീയോ? ഞാൻ ഫസ്റ്റ് ആയിട്ട് ഭയങ്കര ടെൻഷൻ എനിക്കങ്ങ്. അത് കൊള്ളാം. എടി ഞാൻ പറഞ്ഞത് കൊണ്ടുവരണേ. എന്തോടി? മേഘക്കട്ട. ഞാൻ മേഘക്കടയിൽ പോയതാണ്. നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന ആകാശത്തെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. നീ എങ്ങനെയെങ്കിലും കൊണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന സമയം പോയതറിഞ്ഞില്ല. എനിക്ക് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണം. വെച്ചിട്ട് പോ. ശരി. കടലമ്മ പെറ്റതല്ല എന്നെ, എന്റെ അമ്മ പെറ്റതാണ് എന്നെ. പെറ്റതോ പെറ്റ് ഒരു നല്ല സാധനത്തെ പെറ്റൂടെ. എന്താ പാട്ടാടി പിന്നെ ഇത്? ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാ. എന്താ പാട്ടാ? എനിക്കാണെങ്കിൽ പാൻ്റെ ആദ്യമേ ഇടുന്നതുകൊണ്ട് വല്ലാത്തൊരു ഒക്കരുതാഴിയുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, ബെൽറ്റ് എടുത്തിട്ട് പാൻ്റകത്ത്. പിന്നെ അങ്ങനെ നീ പറയുമ്പോൾ ബെൽറ്റ് ഒന്നും അങ്ങനെ ഇടാൻ ഒക്കത്തില്ല. എന്തുവാ? കഴിഞ്ഞ പ്രാവശ്യം രമേശ് പോയിട്ട് വന്നതാ. അവൻ വയറ്റേ കയറി പറഞ്ഞു ഒരു പെണ്ണ് വന്ന് പറയും, അന്നേരം ഈ ബെൽറ്റ് ഇടാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ എടുത്തില്ല, ഏതെങ്കിലും പെണ്ണ് പറഞ്ഞ് കെട്ടിടാൻ വേണ്ടി ഇരിക്കുക. നിനക്ക് അറിയാം, ആ പെണ്ണെ വിളിച്ചോണ്ട് പോയില്ലേ, ഞാൻ തുണിയില്ലാതെ ഫ്ലൈറ്റിൽ ഇരിക്കും. ആ പെണ്ണ് വരുമല്ലോ. എന്തോ ഒരു ഇടപാടാ. സാധനങ്ങളെല്ലാം എടുത്താ? എല്ലാം എടുത്തിട്ട് കേട്ടോ, നോക്കിയാ. ഞാൻ അമ്പഴം എടുത്തിട്ടേക്കുന്ന എന്തിനാ? നീ അല്ലേ പറഞ്ഞ അമ്പഴം മേടിച്ചോണ്ട് പോവാ കൊച്ചിന് കൊണ്ടുപോരാന്ന്? എന്റെ പൊന്നു മനുഷ്യ, അമ്പഴം അല്ല 50 പഴം മേടിച്ചോണ്ട് വരണം കൊച്ചിന് കൊണ്ട് കൊടുക്കാൻ. 50 പഴമെന്നാണോ പറഞ്ഞത്? പിന്നല്ലാതെ. അയ്യോ, എന്തോ പറയാ. ഉറക്കം വരുന്ന പിന്നെ ഉറക്കം വരുന്ന ചോദിച്ചേ. ഉറക്കാൻ വരുന്നോന്നല്ല, നിങ്ങൾക്ക് ഉറക്കം വരുന്നോന്ന്. ഉറക്കം വരുന്നോന്ന് അല്ല, ഉറക്കം വരുന്ന ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ കൊച്ചു ഇന്നലെ ഒരു ശകലം പോലും ഞാൻ ഉറങ്ങിയില്ല. അതെന്താ പറ്റി? വെളുക്കും വരെ സ്വപ്നം കാണുമായിരുന്നു. അത് ഉറക്കത്തിലല്ലേ നിങ്ങൾ കണ്ടത്? നേരം വെളുക്കും വരെ സ്വപ്നത്തിനിടെ എപ്പ കിടന്ന് ഉറങ്ങാനാ? അത് കൊള്ളാം. ഞങ്ങളുടെ സ്വപ്നം എന്താന്ന് ചോദിക്കേ. എന്തുവാ? നിനക്ക് വിഷമം വരും, പക്ഷെ എനിക്ക് സന്തോഷം കൂടെ ഉണ്ട്. കേട്ടെ, ഞാൻ രണ്ടാമത് കെട്ടി. രണ്ടാമത് കെട്ടി. നീ സ്വപ്നത്തിലല്ലയോ? സ്വപ്നത്തിലാലും എനിക്ക് സഹിക്കത്തില്ല. ഇച്ചായോ ഞാൻ പറയട്ടെ, രണ്ടാമത് കെട്ടി. ഒരു വഴക്കുമില്ല, ഒരു പ്രശ്നവുമില്ല, ടെൻഷൻ ഇല്ല, സുഖമായിട്ട് ജീവിക്കുന്നു. അതാ സ്വപ്നം കണ്ടത്. ഈ വെളുപ്പിനെ എന്തായാലും വിളിച്ചില്ലയോ? ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഊട്ടി നിൽക്കുവാ. പക്ഷെ നമ്മൾ പോയതിന്റെ അത്രയുള്ളതാണ് ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നീ രണ്ടാമത് വിളിച്ചില്ലയോ? എന്നാൽ ഞങ്ങൾ വയറ്റിലെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. തീ ഇളകും കേട്ടോ. ഇല്ല, ഒരു ആവശ്യമില്ല സംസാരിക്കല്ലേ. സ്വപ്നത്തിലല്ലയോടി? സ്വപ്നത്തില്. പറയാനെന്ന് പറ. മാനം എപ്പം പോവും? അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. എന്റെ മാനം പോകുന്ന കാര്യമല്ല, ഈ സാധനം പോകുന്ന കാര്യം ഞാൻ ചോദിച്ചത്. വിമാനം. വിമാനം എപ്പം പോവും? വിമാനം പോണെങ്കിൽ ഇനി അതിനകത്ത് ആള് വരണം. എന്തുവാ പറഞ്ഞിട്ട് ചേടാ, ഭയങ്കര ഇടപാട്. ആരാടാ ചോദിക്കുന്നു? നീ എന്തോ ചെയ്യടി? ഞാൻ വന്ന് പെട്ടുപോയല്ലോ. ഒന്നും അറിയാനും വയ്യ, തിന്നാനും കൂടെ. പ്ലീസ് മേക്ക് നിങ്ങളെ ഞാൻ നോക്കി ഇരിക്കുവായിരുന്നു. ഇല്ല, ഇന്ന് ഞാൻ തുണിയില്ല നിന്നേനെ പറയണ്ടായിരുന്നു. നിങ്ങൾ ഇതെന്താ കാണിക്കുക? ബെൽറ്റ് ഇടാൻ. അതാ ഞാൻ നോക്കി. അതല്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ ഇവിടോട്ട് ഇരിക്കുക. സീറ്റ് ബെൽറ്റോ? രമേശ് പിന്നെന്തോ അടി പറഞ്ഞത്? ആദ്യം ഇട്, ബെൽറ്റ് ഇട്, പെട്ടെന്ന് ഇടാ. സീറ്റ് ബെൽറ്റ് ഇടാനാണോ? മൊബൈൽ ഫ്ലൈറ്റ് മോഡ് ഇടുക. മൊബൈൽ ഫോണോ? എന്താ കാണിക്കുക?
ഫ്ലൈറ്റ് മോഡിൽ ഇടാൻ പറഞ്ഞു. ഇങ്ങോട്ടിരിക്കും. അതിങ്ങനെ മൊബൈലുണ്ടോ കയ്യില്? കനങ്ങാതിരിക്കും, എല്ലാം കൂടെ തീക്കകത്ത് വെച്ച് പോകാൻ. ഒന്ന് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആയിക്കോട്ടെ. ദിസ് ആൻഡ് സിഗ്നൽ. അത് ശരി. വിമാനം പറക്കാൻ പോകുന്നതിന് മുമ്പുള്ള സിഗ്നൽ കാണിച്ചിരിക്കുവാണ്, എല്ലാരും ശ്രദ്ധിച്ചിരിക്കണമെന്ന്. കാണിച്ചോ. നിനക്ക് മനസ്സിലായില്ല? എന്റെ ദൈവമേ, എനിക്ക് ഈ ഗതി വന്നല്ലോ. നീ കാണിക്കുന്ന കാണീര്. ഞാൻ 30 വർഷം മുമ്പേ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് മനസ്സറിയാ നീ ഫ്ലൈറ്റ് കയറിയില്ലേ? അതെന്റെ കുഞ്ഞുണ്ടായിട്ട് ഗൾഫിൽ പോകുന്നത്. എന്ന് മാറിയായിരുന്നു കണ്ണുകളിലൊക്കെ കാര്യം പറയായിരുന്നു. അടുത്ത സിഗ്നല് താഴ്ന്നു പൊങ്ങുന്നതായിരുന്നു. ഇതൊരു സിഗ്നൽ എന്നെ കൈയുടെ മുട്ട് വേദന എടുത്തു. എന്തോ നമ്മുടെ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ? സെക്രട്ടറി എന്തോ ഏറ്റേ? അതല്ല, നമ്മൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ? ഇല്ല, അതില്ല, ഇത് പെരുന്നാട് വഴിയാ. ആണോ? പ്ലീസ്, വിമാനം കിടരാൻ പോവുകയാണ്, എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ. അയ്യോ, എന്തുവാ? എനിക്ക് മേഘത്തിന്റെ മണം പിടിക്കുന്നില്ല. നടക്കാൻ പറ്റും. വല്ലാത്തൊരു മണം. എന്തൊരു എന്ത് പറ്റി നോക്കുന്നേ? നക്ഷത്രം കാണാം, നമ്മളിങ്ങനെ മണ്ടേ വന്നില്ലേ? ഞാൻ ഇവിടെ നഷ്ടം എണ്ണിക്കൊണ്ടിരിക്കും. അതിനകത്ത് ചന്ദ്രനുണ്ടോടി? ചന്ദ്രൻ ഞങ്ങൾ ഇങ്ങോട്ട് കവല നിൽക്കുന്ന കണ്ടില്ലായിരുന്നു. അതല്ല, പിന്നെ മാനത്ത് കാണുന്നേ. ഇത് രാത്രിയിലെ കാണാൻ പറ്റും. ഇതിപ്പോ പകലല്ലയോ? രാത്രിയിലൊന്ന് ഇറങ്ങണം. ഒരു ദിവസം രാത്രിയിലൊന്ന് ഇറങ്ങണം. ഹലോ, പിന്നെ സൈലൻസ് പ്ലീസ്. നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോ കാണിക്കുക രണ്ടുപേരും കൂടെ? വേണ്ട, ഒരു കാര്യം കേട്ടണം. ഞാനും എന്റെ അണ്ണനും കൂടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു വിമാനമായത്. 2 പിള്ളേരുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കണം. കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടില്. ഈ വിമാനത്തിൽ നിന്ന് കൊണ്ടുവിട്ടിട്ട് വരുന്നത് എന്തോ നക്കാപ്പിച്ചയായി കിട്ടുന്നത്. അതുകൊണ്ട് എന്തോ ചെയ്യാനാ? നിങ്ങളെ പോലുള്ള ആൾക്കാരില്ലേ കയറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദയ്ക്കും ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യണം. താങ്ക് യു. ടാങ്ക് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കോ. നമുക്കിതിനും വലുത് വരാനിരുന്നു. നല്ലൊരു ഫ്ലൈറ്റ് തറയായോ? അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി. അതല്ല ഇറങ്ങാറായോ? ഇറങ്ങാറാവുമ്പോൾ ഇവിടുന്ന് സിഗ്നൽ തരും. ഓക്കെ, താങ്ക് യു. ഉടനെ കാണാൻ ബെൽറ്റ് ഇടേണ്ട വരുമോ? പക്ഷെ എവിടെ ഇതിന്റെ അറ്റം അറിയാവുന്ന ഒരാളെ ഒന്ന് കൊണ്ടുവരാനൊക്കെ കൂടെ തോന്നുമ്പോൾ ഏതാണ്ട് എടുക്കുവാന്ന് തോന്നുന്നു. കുത്തിവെപ്പിന് ആട് വരും. കോഫി ഓർ ടീ? സോഫിയ ആന്റി ആണോന്ന്? സോഫിയ ആന്റി, അയ്യാ മുനി ആന്റി. അയ്യോ അല്ല, മുനി ആന്റി. മിനി. അയ്യോ, അതല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ചായ വേണോ കോഫി വേണോ? എനിക്ക് കോഫി. എനിക്ക് കട്ടൻ ചായ. ഈ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താ ഇത് ഒന്നാതെ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓട്ടം നഷ്ടമാണെന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി പച്ചവെള്ളം ചൂടാക്കിയതുണ്ട്. അത് വെച്ചോ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലിക്കർ കിട്ടുമോ? അവരവർ കൊണ്ടുപോകേണ്ട ഡ്രസ്സുകൾ അവരവർ തന്നെ കൊണ്ടുവരണം. ലിക്കറോ? അതിവിടെ കിട്ടത്തില്ല. പിന്നെ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള പാരച്യൂട്ട് തയ്യാറായിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഇത് എവിടായി? ഇതിപ്പം നോക്കട്ടെ, ഒന്ന് മാറി. എവിടെ നോക്കി? ഇപ്പം പാകിസ്ഥാന്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുക. അയ്യോ, അപ്പൊ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ ECG എടുക്കണം. ഒരു അറ്റാക്ക് വരുന്ന കാര്യമല്ല പറഞ്ഞേ. ഈ വിമാനം തട്ടിക്കൊണ്ട് പോകുമോ? എന്തെങ്കിലും അയ്യോ, ആരും അങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്തില്ല. അഥവാ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാരച്യൂട്ട് ഉണ്ട്. മനസ്സിലായില്ലയോ? പാരച്യൂട്ടിന്റെ വെളിച്ചം തലയിൽ തേച്ചെടുത്ത് ചാടിയാ മതി. പാരച്യൂട്ടിന് എന്നെ ദേഹത്ത് ഒഴിച്ചിട്ട് ചാടുക. വഴുതി അങ്ങ് പൊക്കോളും. ഒരു മയത്തിന് രക്ഷപ്പെടാം. ഹലോ, സീറ്റ് അല്ല ഊരിയോ എല്ലാരും? ഇടണോ? ഇട്ടോ, ഇപ്പൊ ഇടണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇട്ടാ മതി. ഓക്കെ, അണ്ണൻ എന്ത് ചെയ്യുന്നോ എന്തോ. ഓക്കെ, അല്ല ഒരു കാര്യം ചെയ്യ്, സീറ്റ് ബെൽറ്റ് ഒന്നുകൂടെ ഇട്ടേരെ. താഴാൻ പോവല്ല. അണ്ണൻ ഉറക്കം വരുന്നു. അവരണ്ണൻ എന്റെ ഓടിക്കുന്നേ. അണ്ണാ ശരിക്കും മുറുക്കി ഇട്ടു. ദൈവമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങള് നാട്ടിലെവിടാ? ഞങ്ങളിപ്പോ പോകുന്നത് എവിടാന്ന് ആദ്യം പറയാം. എവിടാ പോകുന്നത്? തപ്പി പോവാ അബുദാബി. മോളെ എവിടെ കെട്ടിച്ചേക്കുന്നേ? അവള് ഗർഭിണിയാ. ഫ്ലാറ്റിലാ താമസിക്കുന്ന. ഗിഫ്റ്റ് കിട്ടിയതാ. അയ്യോ അല്ല, ഫ്ലാറ്റ് അവിടെ താമസിക്കുന്നേ. ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ. മോനും അവിടെ അല്ലയോ? എവിടാ? ബദാം. ഏതാണ് ഗുദാമില്ല? ശ്രദ്ധിക്കണം. പത്തനംതിട്ടന്നാണോ വരുന്നത്? അതെ അതെ അതെ. അതെനിക്ക് തോന്നി, നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തോന്നി. നിങ്ങൾ എവിടുന്ന് ഈ ഫ്ലൈറ്റ് കയറുന്നത്? കൊച്ചിന്നാണോ കയറുന്നത്? അയ്യോ, അതൊന്നും കയറണ്ട. അടുത്ത വർഷം പത്തനംതിട്ട മിനി എയർപോർട്ട് വരാൻ പോവാ. ആണോ? അറിഞ്ഞ മനസ്സിലായില്ലേ? മിനി ഒരു തട്ടുകട വച്ചിട്ട് ചീറ്റി പോയി. ഇനി ആ മിനി എയർപോർട്ട് ഉണ്ടാക്കുക സ്വന്തമായിട്ട്. അത് ശരിയാ. അതല്ല, ചെറിയ ഒരു എയർപോർട്ട് വരാൻ പോവാണെന്ന് ശ്രദ്ധിച്ചിരിക്കെ. ചെറുതോ? ഓക്കെ, ചെറിയ എയർപോർട്ട്. താങ്ക് യു.
ആ ഓക്കെ അതിന് കുറവില്ല. മോളെ നീ വന്നേ. വിളിച്ചെന്തോ സംശയം ചോദിച്ചു. ഇതിപ്പോ എത്ര മണിക്കൂർ യാത്രയാണ് അങ്ങോട്ട്? 6 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇത്. 6 മണി. പിന്നെ വേറൊരു കാര്യം ചെയ്യണം. അയ്യോ നിക്കേ, എനിക്കൊരു കോള് വരുന്നു. എന്താ വന്നോ ഒന്ന് പറഞ്ഞേ. എന്താ വരുന്നു? എല്ലാരും ബെൽറ്റ് ഇട്ട് സൂക്ഷിച്ചിരിക്കുക. പാസഞ്ചേഴ്സ് ഓഫ് ആകാശ കട്ടർ. ആ കട്ടർ വിമാനം ആകാശ കട്ടർ കയറാൻ പോകുന്നു. അയ്യോ ഇതെന്തോ കട്ടർ ഇത്? സ്ഥിരം ആകാശത്തൊക്കെ കട്ടറുണ്ടോ അതിന്? പിന്നെ എയർ കട്ടർ എന്ന് പറയും. മോളെ എത്ര മണിക്കൂർ എത്തും പറഞ്ഞില്ലല്ലോ അത്? ഇത് 6 മണിക്കൂർ ആകുമ്പോഴത്തേന് എത്തും. 6 മണിക്കൂറൊക്കെ ഈ യാത്ര ഭയങ്കര ലാഗടിക്കും. അതെന്ത്? 10-12 മിനിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ലാഗാ. പിന്നെ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് ഈ വിമാനം സ്റ്റോപ്പ് ചെയ്താലോ? അതാ നല്ലത് ഇല്ലേ അണ്ണാ? പിന്നെ അല്ലാതെ നല്ലൊരു കൈയടി ഷാജു ചേട്ടാ. രാജേഷേ, സുഹൃത്തെ, ഹരി, എന്ത് തോന്നുന്നു? കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അല്ലേ? ആ ഇവിടേക്ക് ഒരു തപ്പലും കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ തമാശകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നിങ്ങൾ തമാശകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത്ര ഒരു പരിചിതമല്ലാത്ത ഒരു ഏരിയയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും നിങ്ങൾ ഒട്ടും കംഫർട്ടല്ലാത്ത പോലെ എനിക്ക് തോന്നി. സ്കിറ്റിൻ്റെ തുടക്കം മുതൽ തന്നെ അങ്ങോട്ടൊരു നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രീഡം ഇല്ലാത്ത പോലെ, അല്ല നിങ്ങളിങ്ങനെ എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തമാശകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ പല തമാശകളും നിങ്ങളുടെ നിലവാരത്തിനൊത്ത് വരാത്തതുപോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നല്ല ടീമുകളിലൊരു ടീമാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു കുറേ പ്രതീക്ഷിക്കും. അത് നിങ്ങളുടെ തെറ്റല്ല, ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. പക്ഷേ തമാശകൾ, നല്ല നല്ല തമാശകൾ ഇനി ഉണ്ടായിക്കൊണ്ട് വരാൻ പറ്റട്ടെ കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നല്ല നല്ല പുതിയ ടീമുകളൊക്കെ കൊണ്ട് ഉണ്ടായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബിജുകുട്ട ചേട്ടാ. ഈ നാടൻ സാധനങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്താൽ ഗംഭീരമായിരിക്കും എന്നൊക്കെ പുറത്തൊക്കെ ഈ കാണുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾ നാടൻ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഗംഭീരമാണെന്ന്. അപ്പം ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂമും ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഉൾവശവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഫോറിൻ സാധനത്തിൽ നിങ്ങൾ കയറിക്കോളത്തോന്ന് കരുതി. പക്ഷേ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ? കാരണം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് കുറച്ചും കൂടി കൂടുതൽ കാണിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഹ്യൂമർ വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റിഹേഴ്സലിൻ്റെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ വരാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അഗ്രഗണ്യന്മാരാണ്. പരിചയക്കുറവ് കാണിക്കുന്നതും അതുപോലെ തന്നെ എനിക്ക് ആകെ ഒരു ചിരി തോന്നിയതെന്ന് പറയാനായിട്ട് എയർ ഹോസ്റ്റസ് വന്നിട്ട് ആദ്യം വന്നൊരു സാധനമില്ലേ, അത് കിട്ടും സാധനം വരുന്നു. പിന്നെ അതൊരു ആവർത്തന വിരിച്ച വന്നപ്പോൾ നമുക്കതും ഒരു ഫേഡിലേക്ക് പോയിരുന്നു. ആദ്യം വന്നപ്പോൾ സുജിത്ത് വന്നപ്പോൾ തന്നെ ആ ഒരു നടത്തമൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആദ്യം തന്നെ പറഞ്ഞത് ഇംഗ്ലീഷാണോ ചൈനീസാണോ എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ കരുതി അതും അങ്ങോട്ട് കയറി കൊളത്തിയിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി. ഉണ്ടാക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത്. മദ്യത്തിൻ്റെ കാര്യങ്ങളായാലും ഫുഡിൻ്റെ കാര്യങ്ങളായാലും അപ്പോൾ ഒരുപാട് സാധ്യതയുള്ളൊരു സ്കിറ്റായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ആ ഒരു സാധ്യത നിങ്ങളിൽ കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ആ റിഹേഴ്സലിൻ്റെ കുറവാണോ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആവണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് നന്നായിട്ട് 100% കൈകാര്യം ചെയ്ത് നല്ല സ്കിറ്റ് ആവേണ്ടതായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി ഒരു തിരിച്ചുവരവ് തന്നെ നടത്തണം എന്തായാലും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രചോദേട്ടാ. സത്യം പറഞ്ഞാൽ ഈ രാജേഷും സുജിത്തിനെ കണ്ടപ്പോൾ നമുക്ക് ചിരി എന്ന് പറഞ്ഞുള്ള കാര്യം, എനിക്ക് സുജിത്തിൻ്റെ നടപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ പരിപാടി വേറെ ലെവലിലേക്ക് വരും, ഇത് മിക്കവാറും ഓക്കെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് പറ്റിയത് നിങ്ങൾക്ക് ഇത് പണിയെടുക്കാൻ സമയം കിട്ടില്ല എന്നുള്ള സ്ക്രിപ്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? കാര്യം നല്ലൊരു ത്രെഡായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് രാജേഷിൻ്റെ ഒരു മീറ്റർ പരിപാടിയുണ്ട്, മാനം എപ്പോൾ പോവും എന്നൊക്കെ പറയുന്ന ഒരു സാധനം അറിയാതെ ചോദിക്കുന്ന ഒരു പരിപാടികളൊക്കെ. അതിനൊരു ബ്രേക്ക് വന്നപ്പോൾ നമുക്ക് അതിനു വേണ്ടി ചോദിക്കുന്ന, പർപ്പസ്ഫുള്ളി ചോദിക്കുന്ന, അപ്പോൾ തന്നെ നമുക്കറിയാം കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഒരു റൂട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഈ സാധനം ഹൈ ലെവലിൽ പോകേണ്ടതാണ് ആ മീറ്റർ അനുസരിച്ചിട്ട്. നല്ല കൗണ്ടറുകളൊക്കെ ആയിരുന്നെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തായാലും അതൊരു പണിയെടുക്കാനുള്ള സമയം കിട്ടി കാണത്തില്ലായിരിക്കും. ഇന്നലെ രാജേഷിന് വയ്യായിരുന്നു. രാജേഷിന് ഒരു പല്ലുവേദന, ദേഹത്ത് വേദനയൊക്കെ ഞങ്ങൾ രാവിലെ അയച്ചപ്പോൾ ഇന്നലെ ഷൂട്ട് വെക്കാനില്ലത്. അതിനെ റിഹേഴ്സൽ ചെയ്യാനുള്ള ഈ രാജേഷിന് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. റിഹേഴ്സൽ ചെയ്യാനേ ഒന്നും സമയം കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നിരുന്നത് രാവിലെ ഒന്ന് സെറ്റാക്കി ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് ചെയ്യുക. നിങ്ങൾ അത് പൊളിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും പൊളിക്കണം. ഓക്കെ, തീർച്ചയായും. താങ്ക് യു പ്രചോദേട്ടാ. ബിജുകുട്ട ചേട്ടാ, മാർക്സ്? ഞാനൊരു 6000 രൂപ കൊടുക്കാം. 6000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 6000 രൂപ. ടോട്ടൽ 12000 രൂപ. ബാക്കി എൻ്റെ കയ്യിലുണ്ട്, അവിടെ ഉണ്ടാവും. ടോട്ടൽ എമൗണ്ട് 30000 രൂപ.
നമ്മൾ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് അല്ല. പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് റിഹേഴ്സൽ സമയം കണ്ടെത്തണം. നല്ല നല്ല സ്കിറ്റുമായിട്ട് വരണം കേട്ടോ. ഓക്കെ, അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ടീമാണ് നിങ്ങൾ. ഓക്കെ, താങ്ക് യു. കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാ. അത്രക്ക് ഇഷ്ടമാണോ? എത്രക്ക് ഇഷ്ടാ. അല്ല, എന്റെ തലയിലെ പേനെടുത്ത് അങ്ങോട്ട് വെച്ചെന്തിനാ? പേനല്ലത്. പിന്നെ നിനക്ക് ഈ കല്യാണ പന്തലിൽ നിന്ന് വന്നപ്പോ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത എങ്ങനെ? അയ്യോ, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നേ. ഇതുപോലൊരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. അയ്യോ ശരിയോ, ഭയങ്കര ആളായിരുന്നല്ലേ? പിന്നെ ഭയങ്കര ജനമായിരുന്നു. അതെ, ഭയങ്കര ജനമായി. അയ്യോ, ഈ മുടി ഇത്ര ഉണ്ടായിരുന്നല്ലോ നിനക്ക്? അയ്യോ, ഇത്രയും മുടിയൊന്നും ഇല്ല എനിക്ക്. എനിക്ക് മുടിയേ ഇല്ല ഏട്ടാ, ഞാൻ പൊട്ടച്ചിയാ. ഇത് വിഗ്ഗാ. ഞാൻ ഒത്തിരി മുടിയുള്ള പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടം. ഞാൻ അങ്ങനെയാണല്ലോ കണ്ടത്. എന്റെ പൊന്നിയേട്ടാ വിഷമിക്കണ്ട, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ആളാണെന്നേ. ഞാൻ വീട്ടിൽ നിന്നാലും എന്റെ മുടി അങ്ങ് ജംഗ്ഷനിൽ കിടക്കുവായിരുന്നേ. എന്നിട്ട് എന്ത് പറ്റി? ഒരു ദിവസം ഉണ്ടല്ലോ ഏട്ടാ, ഞാൻ വീട്ടിലോട്ട് കേറാൻ ഇങ്ങോട്ട് വരും, എന്റെ മുടി ജംഗ്ഷനിൽ കിടക്കുവാണല്ലോ. ഏതോ ഒരുത്തൻ ഒരു കാറ് കൊണ്ടുവന്ന് അതിന്റെ പുറത്തങ്ങ് പാർക്ക് ചെയ്ത്. എനിക്ക് കേറാൻ പറ്റുമോ? മുടിയുടെ മുകളിലോ? മുടിയുടെ മുകളില്. എന്നാ ഇത്? എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്ന, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന, അവസാനം ശല്യമായപ്പോ ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞ് ഞാനങ്ങ് മൊട്ടച്ചിയായി. അത് ശരി. ഒരു തുള്ളി ചോദിച്ചപ്പോ ഒരു കുട എടുത്ത് അങ്ങ് മറിക്കുവാ. പിന്നെ എനിക്ക് ചേട്ടനോട് ദേഷ്യമാണ്. എന്തിന്? എന്റെ അച്ഛനും ആങ്ങളമാരും ഒക്കെ ചേട്ടൻ്റെ അടുത്ത് വർത്താനം പറയാൻ വേണ്ടിട്ട് ചേട്ടൻ ഭയങ്കര ജാട ഇട്ടുന്നില്ല. അവരോട് മിണ്ടിയില്ലല്ലോ. എടി, അവരോട് എപ്പോഴും വേണം സംസാരിക്കാലോ. ഞാൻ ഇനി ഇവിടെ ഉണ്ടല്ലോ, എങ്ങും പോകുന്നില്ലല്ലോ, സംസാരിക്കാലോ. അതൊക്കെ പോട്ടെ, എന്റെ കുറച്ച് കൂട്ടുകാരികൾ വന്നല്ലോ, അവരോട് ചേട്ടൻ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയോ? മിനി ബസ്സേ വന്നാണോ? നിന്റെ കൂട്ടുകാരികളാണോ? അതെ. ഞാൻ ആ ബസിന്റെ അകത്ത് കിടന്ന് വിരകു ചെയ്ത്. എന്റെ പൊന്നടിവേ, അവര് എന്തെല്ലാം കാര്യങ്ങളാ എന്നോട് പറഞ്ഞെന്നറിയോ? ഈ ഇടുപ്പില് ടാറ്റു അടിച്ച ഒരു പെണ്ണുണ്ടല്ലോ, നിഖില. നിക്കൂല, എന്നോട് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയി. അല്ലല്ല, അവിടെ പേരാ നിഖില. നിഖില? എന്റെ പൊന്നെ, അവള് ഭയങ്കര പാട്ടുകാരിയാ. മൂന്നാമത്തെ പാട്ടായപ്പോ താലി കെട്ടുന്ന സമയമായിരുന്നു. ഞാൻ പോന്നപ്പോ അവൾ എന്നോട് പറഞ്ഞു വാട്സാപ്പിൽ ഇട്ട് തരുന്നത്. നമ്പരും വാങ്ങിച്ചല്ലേ? നമ്പറൊക്കെ വാങ്ങിച്ചു. അത് പോട്ടെ, നീ കേറി വന്നപ്പോ അമ്മയ്ക്ക് വള ഇട്ടായിരുന്നോ? അമ്മയ്ക്ക് വളം ഇടാൻ അമ്മ എന്ത് ഇടവേള കൃഷി? അതല്ലടി, അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. പുതുപ്പെണ്ണ് കേറി വരുമ്പോ അമ്മയ്ക്ക് ഒരു വള ഇട്ട് കൊടുക്കണം. അയ്യോ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനല്ല. പെണ്ണിങ്ങോട്ട് കേറി വരുമ്പോ അമ്മായിയമ്മ കയ്യെ കിടക്കുന്ന 2 വള ഒരു പെണ്ണിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാ? അങ്ങനെ. എന്നിട്ട് എന്റെ അമ്മ തന്നോ? ഇല്ല, അമ്മ തരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. വിളക്ക് തരാൻ നേരം ഞാൻ 2 വള അമ്മ കാണാതെ അടിച്ചു മാറ്റി കയ്യിൽ ഇട്ടു. ഈ വളയുടെ പേര് ഭയങ്കര വഴക്കുമായിരിക്കും. പിന്നെ പാചകമൊക്കെ അറിയാവോ? അല്ല, ചേട്ടന്റെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അത് വറുത്തരച്ചുണ്ടാക്കണം. കുരുമുളകെല്ലാം ചേർത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല ചെറിയ കുഴമ്പ്. കേട്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ടോ ചേട്ടാ? മണാന്നറിയാവോ? എനിക്കാണെങ്കിൽ ഏട്ടാ ഇതിനാൽ ഒരു വക അറിയത്തില്ല. ഏതായാലും ചേട്ടൻ ഇത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ടേ, എനിക്ക് ഈ ചോറൊക്കെ വേവിക്കുമ്പോൾ പുളുങ്കുരു പോലെ ഇരിക്കണം കേട്ടോ. എനിക്ക് വെന്ത ചോറ് ഇഷ്ടമല്ല. പിന്നെ രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കും, അപ്പോൾ എനിക്കൊരു ബെഡ് കോഫി തരണം കേട്ടോ. പിന്നെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു കോഫി തരണം. പിന്നെ 11 മണിക്ക് എനിക്കൊരു ജ്യൂസ് തരണം. പിന്നെ ഈ തറയൊക്കെ തുടച്ച് എന്റെ തുണിയെല്ലാം കഴുകി കഴിഞ്ഞ് ചേട്ടൻ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ എന്റെ കാല് വന്നൊന്ന് മസാജ് ചെയ്ത് തരണം. അത്രയേ ഉള്ളൂ കേട്ടോ. ജീവനുണ്ടെങ്കിൽ ലാസ്റ്റ് മസാജും ചെയ്തു തരാം കേട്ടോ. ചേട്ടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടൻ എന്താ ഇത്രയും നാളും കല്യാണം കഴിക്കാഞ്ഞേ? അത് എല്ലാരും പറഞ്ഞ് എനിക്ക് ചൊവ്വാദോഷമുണ്ടെന്ന്. അല്ലല്ല, ഞാൻ കേട്ടത് ചേട്ടന് ഭയങ്കര പേരുദോഷമാണെന്നല്ലോ. ആണോ? അതെന്നാന്നറിയോ? എന്താ? കുറെ ആൾക്കാർ എന്നെ പറ്റി പറയാൻ വേണ്ടി തന്നെ ഇരിക്കുവാ. ഈ ചാരിറ്റി പരിപാടി ഉണ്ട്. എനിക്കറിയാം, മറ്റേ അനാഥാലയത്തിലൊക്കെ പോയി എന്തെങ്കിലും സഹായിക്കുക. അനാഥാലയത്തിൽ, തൊട്ടടുത്ത അനാഥാലയത്തിൽ ഞാൻ പോകുന്നുണ്ട്. ഇവന്മാര് പറഞ്ഞു ഒപ്പിച്ച പരിപാടി എന്തുവാ? എനിക്ക് അവിടെ 2 പെൺപിള്ളേരുണ്ട്. അയ്യോ, അത് പോട്ടെ. ആ കനാലിന്റെ പഞ്ചായത്തിരിക്കുന്ന ഒരു വീടുണ്ട്. അവിടെ ജാനു എന്ന് പറഞ്ഞ പെണ്ണുണ്ട്. അതിന്റെ മൂത്ത ഇറക്കം എന്റെ ആണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന്. അയ്യോ, അതെന്തൊരു നാണക്കേടാ. ഒരു രക്ഷയില്ല. പിന്നെ ചേട്ടാ, എനിക്ക് അങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പെണ്ണുങ്ങളൊന്നും ഞാൻ ഒരിക്കലും അടച്ചിട്ടിരിക്കാറില്ല. നിനക്ക് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലോ പഠിക്കാൻ പോവാം. എനിക്ക് പഠിക്കണമെന്നുണ്ട് ചേട്ടാ. എന്ത് പഠിക്കാൻ ആഗ്രഹം? എനിക്ക് കരാട്ട പഠിക്കണം. അല്ല, ഒന്നുമല്ല, കരാട്ട പഠിക്കണം. കരാട്ട പഠിക്കണം. നാടനടി അടിച്ച് ചത്താ മതി എന്ന് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ കാര്യം ചെയ്യും, ഇന്ന് എന്റെ ആദ്യരാത്രിയാണല്ലോ. അയ്യോ, അപ്പൊ എനിക്ക് ഇതിലൊരു പങ്കുമില്ലേ?
എനിക്കൊരു പങ്കും നീ ഇത് പറഞ്ഞ് ഞെട്ടിപ്പിക്കല്ലേ? ചേട്ടന്റെ ആദ്യ രാത്രി എന്ന് പറഞ്ഞു ഞാനപ്പോ നീ ഉണ്ടെന്ന് ആൾക്കാർ കേൾക്കുമ്പോ എനിക്ക് ഞാൻ വലിഞ്ഞു കയറി വന്നാന്ന് വേണ്ട 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 അങ്ങനെ പറയരുതാണ് നമ്മുടെ പറയണം, അങ്ങനെ പറയണമായിരുന്നു. നമ്മുടെ ആദ്യ രാത്രി അല്ലേ, പോയി പാലൊക്കെ സെറ്റ് ചെയ്ത് വെക്ക്. കള്ള ഒരു നാണവും ഇല്ലാത്ത പെണ്ണ്. അല്ല ഒന്നുമല്ല. അയ്യോ നമസ്കാരം. നമസ്കാരം ഡോക്ടർ പ്രകാശ്. എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? നേരത്തെ വരണ്ടായിരുന്നു, കിട്ടുന്ന സമയത്ത് വരണ്ടായിരുന്നോ? അവിടെ ഒരു രക്ഷയില്ല, രോഗികളെ കൊണ്ട് ഒരു രക്ഷയില്ലാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് നിന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നീ പറയാം മനഃപൂർവ്വം ഞാൻ വരാതിരുന്നാന്ന് പറയും. പിന്നെ അവളകത്തേക്ക് പോയേക്കുവാ, വിളിക്കാം. അവളിപ്പോ പാലുമായിട്ട് വരിക. അതെയല്ലേ? പിന്നെ എനിക്കൊരു ആഗ്രഹം. എന്ത്? നീ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അതെ. വേറെ സംശയമൊന്നുമില്ല എനിക്ക്. വെറുതെ ഒന്ന് അവള് വരുമ്പോ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? എന്തിന്? അല്ല ചുമ്മാ മനസ്സിന്. നീ കല്യാണം കഴിച്ചിട്ട് വരുമ്പോ ഞാൻ എന്തിനാണ് ഹിപ്നോട്ടിസം ചെയ്യണം? അല്ല ഇന്ന് ആദ്യ രാത്രി അല്ലടാ, എനിക്കൊന്നും ഉണ്ടായിട്ടല്ലെന്ന്. അതും മനസ്സിലായി, അത് ശരിയല്ല. ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. കല്യാണത്തിന് മുമ്പേ നിങ്ങൾ പെണ്ണുങ്ങളും ഉള്ള സത്യം വിളിച്ചു പറയൂ. അതൊക്കെ ശരിയാവൂടാ. അത് അല്ല കുഴപ്പമില്ലെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ചെറുതായിട്ട് ചോദിക്കാം. ചേട്ടാ പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇതാരാ? ഇത് ഡോക്ടർ തൈക്കാട്ടുശ്ശേരി. തൈക്കാട്ടുശ്ശേരി അല്ല, സൈക്കാട്രിസ്റ്റ്. ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെ കിളിച്ചിറങ്ങിയിരിക്കുന്നേ? അത് കടയിൽ നിന്ന് മേടിക്കണ സാധനം. അത് ഇത് ഞങ്ങൾ സൈക്കാട്രിസ്റ്റ്. പുള്ളി ഹിപ്നോട്ടിസത്തിന്റെ വലിയൊരു ആളാണ്. യൂട്യൂബിലൊക്കെ ഉണ്ട്. ആത്മാവിനെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടിസം ചെയ്ത് പറഞ്ഞു വിടുന്ന ആണല്ലേ? ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ത്രില്ല ഇതൊക്കെ. ഞാൻ വിളിച്ചു വരുത്തു. ആണല്ലേ? ഞാൻ വെറുതെ തമാശക്ക് ഒന്ന് പറഞ്ഞേ. എന്ത് ചേട്ടാ? ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? അതിനെന്താ എന്നെ ചെയ്തോ? ചെയ്യാം. എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? ഞാൻ അങ്ങനെ എനിക്കത് അറിയത്തില്ല, അതുകൊണ്ട് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ? ചെയ്യണോ? ചെയ്യേ. ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നാ മതിയോ? ഇവിടെ ഇരുന്നാ ഞാൻ ചെയ്യാവേ. ഞാൻ ചെയ്യണം. എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതേ കണ്ണ് മഞ്ഞിച്ച് കിടക്കുന്ന കേട്ടോ. മഞ്ഞപ്പിത്തം ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോയെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണേ. കണ്ണിലൊരു മഞ്ഞ നിറം ഉണ്ട് കേട്ടാ. അത് മഞ്ഞ നിറമല്ല, ഇന്നലെ കഴിച്ച 1/2 ലിറ്റർ ഈ പോളെ കിടക്കണതാ. അങ്ങനെയല്ല, എന്നെ ശ്രദ്ധിച്ചു നോക്കും. ഞങ്ങൾ ഈ സൈക്കാട്രിസ്റ്റ് അങ്ങനെയാണ്. ഇനിയിപ്പോ കണ്ണി നോക്കണ്ട. കണ്ണി നോക്കണ്ട. കാലൊന്ന് നേരെ വെച്ചിരുന്നു. ഇരുന്നാ ഇങ്ങനെ നോക്കണം കേട്ടോ. വാഴയ്ക്ക് വളം അടിച്ചിട്ടാണ് നഖം ഒന്നും വൃത്തിയാക്കിയില്ലല്ലോ. നഖം വെട്ടിയിട്ട് വരണ്ടേ? ഞാൻ പറഞ്ഞ ഇത് ചെയ്യേണ്ട കേസ്. ഇല്ല ചെയ്തോ. ഇനി ഇനിയിപ്പോ ഞാൻ എന്താ വേണം? ഇനിയാണ് ഞാൻ നിങ്ങളെ ഉറക്കാൻ പോവുകയാണ്. എന്നെ ഉറക്കൂ. നിങ്ങളെ ഞാൻ ഉറക്കൂ. എന്റെ അടുത്ത് നിന്നോണേ. ഉറക്കാൻ പോകണേ. ഓക്കെ, എന്റെ കൈകളിലേക്ക് നോക്ക്, കണ്ണിലേക്ക് നോക്ക്. നിങ്ങളെ ഞാൻ ഉറക്കുകയാണ്, നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. എവിടെ വിട്ടാ? അല്ല, എന്നിലേക്ക് കൊണ്ടുവരുക. ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കണം, നിങ്ങൾ ചോദിക്കൂ. ഞാൻ ചോദിക്കാം. എന്നാ ചോദിക്കേ. എന്താ ചോദിക്കാൻ പോണത്? ഉറങ്ങുവാണോ? ഉറങ്ങുക. അതെ, സ്കൂളിൽ പഠിക്കണ സമയത്ത് ആരെങ്കിലും ലൈൻ ഉണ്ടായിരുന്നോ? 5-6 പേരെന്റെ പുറേനായിരുന്നു, പക്ഷെ എനിക്ക് ആരെയും ഇഷ്ടമല്ലായിരുന്നു. ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചതല്ലേ? ആന്നാന്ന്. അവിടെ വെച്ച് എന്തെങ്കിലും? ഇല്ലില്ല, ഞാൻ എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരും എന്നെ ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞേ ഉള്ളേ. എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനെ നല്ല ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കണം. ഞാൻ പറഞ്ഞു അയ്യോ, നിങ്ങൾ എഴുന്നേക്കുകയാണ്. നിങ്ങളുടെ ബോധത്തിലേക്ക് വരിക. തിരിച്ചു കയറും. സൂര്യൻ മാനത്ത് തൊടുന്നൊരു നാണം തീരത്ത് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ. എന്താ ചേട്ടാ നോക്കി? എന്തോ നോക്കാൻ? രോമ മൂ എഴുന്നേറ്റിക്കണേ. അതിന് രോമം എവിടെ? എഴുന്നേറ്റായിരുന്നു. ആണോ? അല്ല, ഇപ്പൊ ഞാൻ എന്താ ചേട്ടാ പറഞ്ഞേ? അല്ല, നിന്റെ ഉത്ബോധ മനസ്സിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞെന്ന് പറ. കുട്ടി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ? അയ്യോ, ഒന്നും ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട്? ചോദിച്ചു. കറക്റ്റ് ഉത്തരം പറഞ്ഞു. ആണോ? എനിക്ക് വിശ്വാസം, നീ എന്റെ ഭാര്യ തന്നെ. പക്ഷെ എനിക്കിത് എങ്ങനാന്ന് അറിയത്തില്ല ഏട്ടാ. ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ? അത് ഉപബോധ മനസ്സാണത്. ഞാനങ്ങ് മയങ്ങിയായിരുന്നോ? മയങ്ങി. നീ നല്ല ഉറക്കം. അയ്യോ, എനിക്കിത് എങ്ങനാന്നൊന്ന് അറിയണമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യ്,
ചേട്ടൻ ഡോക്ടറിനെ ഒന്ന് മയക്കാവോ? അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചവർക്ക് ചെയ്യാൻ അത് പഠിച്ചവർക്ക് ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ചേട്ടനെ ഒന്ന് മയക്കാം. അത് വേണ്ട. അത് വേണം. അത് ആ കളി ഞാനില്ല കേട്ടോ, ആ കളിക്ക് ഞാനില്ല കേട്ടോ. എന്റെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ചേട്ടൻ അറിഞ്ഞു. അപ്പൊ എന്താ ചേട്ടൻ അതെ, ഞാൻ പിണങ്ങി ആന പിണക്കുവാ. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറയണതല്ലേ, സാധിച്ചു കൊടുത്തേക്കാം നമുക്ക് അല്ലേ? ഒന്നും സാധിച്ച ഞാനല്ലേ ചേട്ടാ ചോദിക്കുന്നേ, ഒന്നും സാധിച്ചു ചേട്ടാ പ്ലീസ് ചേട്ടാ. ഇനി എന്താ ചെയ്യുന്ന ഡോക്ടർ, എന്താ ചെയ്യുന്നേ? എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക. 1/2 ലിറ്റർ കാണാം. നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ്. ഉറങ്ങി ഞാൻ പറഞ്ഞിട്ടല്ലേ ഉറങ്ങാൻ മുട്ടി നിൽക്കുന്ന പോലെ കാര്യം പറഞ്ഞു വെച്ചങ്ങോട്ട് കീറിയൊക്കെയാണ്. ഡോക്ടർ ചോദിച്ചേ? അല്ല ചോദിക്ക്. ഞാൻ ചോദിച്ചാ മതി? ധൈര്യത്തോടെ ചോദിച്ചു. എനിക്ക് വിശ്വാസക്കണമാണ്, എന്നാലും ഞാൻ ചോദിക്കാല്ലേ. ചോദിക്ക്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടാ ഇന്നു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഒരുപാട് പോലെ ധാരാളം. സ്കൂളിൽ പഠിക്കുമ്പോ 4 ലൈൻ. അയ്യോ, കോളേജിൽ പഠിക്കുമ്പോ? കോളേജില് ലവ് ലെറ്റർ എഴുതിയതിന് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. എന്നാ പിന്നെ ആ അനാഥാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോവാറില്ലേ? ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ ആരാ? എന്റെ 2 പെൺപിള്ളേര്. അപ്പൊ ജാനുവിന്റെ മോനെ? വിഷ്ണു എന്റെ മോന. അയ്യോ എന്നെ കെട്ടിട്ട് വഞ്ചിക്കാനായിരുന്നു ഇങ്ങനെ കെട്ടിയത്. നീ എത്ര കാമുകിമാരുണ്ട് എനിക്ക് മൊത്തത്തിൽ? കുറേ ഉണ്ട്. ഇപ്പൊ നീ കല്യാണം കഴിച്ചേക്കുന്ന പെണ്ണോ? ചേറ്റ മൊട്ടത്തലച്ചി. ഞാനൊരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹത്തില്ല. ഏത് പെണ്ണ്? നിക്കില്ല. നിഖിലയോ? എന്റെ കൂട്ടുകാരി നിഖിലയോ? നിഖിലയായിട്ട് എന്തുവാ? ഞങ്ങൾ അടുത്ത മാസം ബാംഗ്ലൂർക്ക് ഒളിച്ചോടും. ആ അപ്പൊ ഈ പെണ്ണിനെയോ? എന്നോട് പോകാൻ പറയാം. ഉണത്ത് ഇവനെ, ഉണത്തിവനെ. ഇനി എന്തിനാ ഉണർത്തണത്? ഇതിന് പലരും കൊള്ളുവോ? ഉണത്തവനെ. ഹലോ, ചെന്ന് കേറിക്കൊടു, വേഗം ചെന്ന് കേറിക്കൊടു. മോളെ മോനെ, നിനക്ക് ആരാടാ അനാഥാലയത്തിൽ? ആരാടാ എന്റെ ഉള്ള അനാഥാലയത്തിലുള്ളത്? ആരാ ഉള്ളത് നിനക്ക്? കനാലിന്റെ അവിടെ ജാനുവിന്റെ കൊച്ചാറിയാ? നീ ഒളിച്ചോടും അല്ലേ? ഒന്നും പറഞ്ഞില്ല. ഇന്ന് മതി. നീ എത്രത്തിനെ പ്രേമിച്ചടാ, എത്രത്തിനെ വഞ്ചിച്ചടാ. ഇനി നിന്റെ ജീവിതം വേണ്ട എന്റെ ഈ കാൽക്കീഴില്. എന്നെ വിട്ട് നിനക്ക് ഇനി ഒരിടത്തും അവിടത്തിൽ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോകത്തില്ല. കാരണം നീ വേറൊരു പെണ്ണിനെ ചതിക്കൂടാ. നിന്റെ കൂടെ ഞാനുണ്ടാവും. നിന്നെ മര്യാദക്കാരനാക്കിട്ടേ ഞാൻ പോത്തുള്ളൂ. ഇന്ദുമതി, എന്താടാ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. നിന്റെ ലാസ്റ്റ് നൈറ്റടാ ഇത്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇന്നത്തെ ഐറ്റങ്ങളുടെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു. നന്നായിട്ട് ആസ്വദിച്ചു, ചിരിച്ചു അല്ലേ? അപ്പൊ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. നന്നായിട്ട് ഉറങ്ങി നാളെ പൂർവാധി ശക്തിയോടെ നമ്മൾ ഇതിലും നല്ല സ്കിറ്റുകൾ കാണാൻ വരുന്നതായിരിക്കും. അതെ, ഓക്കെ. അപ്പൊ നാളെ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.